call him Oje, original Gunda. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. കാര്യമില്ല, അതുപോലത്തെ അപരാധ വാണപ്പടം ആണ് ഈ ഓജി എന്ന് പറയുന്നത്. 1940 മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1940. ആ സമയത്തുള്ള ജപ്പാൻ പോസ്റ്റ് വേൾഡ് വാർ പീരീഡ് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ യക്കൂസ, ഈ മറ്റേ അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലിയിലും ഇതേ പരിപാടി തന്നെയായിരുന്നു. പിന്നെ ബോംബെ 1970 ബോംബെ, റോക്കി ബായ്. അത് ഏത് പടം ആഫ്റ്റർ KGF, പോസ്റ്റ് KGF പീരീഡിൽ വരുന്ന ഇത്തരം ഗാങ്സ്റ്റർ മൂവീസിൽ അല്ലെങ്കിൽ വിൻറ്റേജ് മുംബൈ ബേസ്ഡ് മൂവീസിനകത്തും ഗാങ്സ്റ്റർ പരിപാടിക്ക് മൊത്തത്തിൽ KGF ഇൻഫ്ലുവൻസാണ്. എന്താണത്? ബാറ്ററി ചാർജ് കിട്ടാൻ വല്ലി അടിച്ച് പാമ്പായി ഇങ്ങനെ എഴയാൻ. മദ്യത്തിനെതിരായി സംസാരിക്കുന്ന പട്ടാളക്കാരനെ നാളെ മുതൽ ഇത് അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ പാമ്പാക്കും. പിന്നെ പവൻ കല്യാണിനൊക്കെ പറ്റുമോ? ഇതിൽ പ്രഭാസായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സ്ക്രീൻ പ്രസൻസും ഓറയും സകലം കണ്ടിങ്ങനെ ഇരിക്കായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഇതിൽ 1000 പേരെ കൊല്ലുന്നു. യാക്ക് മറ്റേതുണ്ടല്ലോ, ഇത് പറഞ്ഞാൽ നിഞ്ച അസാസിൻ മുതൽ ഡെഡ്പൂൾ വരെ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ വാളുകൊണ്ട് അങ്ങ് അറഞ്ചം പുറഞ്ചം വെട്ടിക്കളിക്കുക. എന്തൊക്കെ അവരത് കാണിക്കുന്നറിയ വാളം കൊണ്ട്. ശിരസ് കണ്ടിച്ചുകൊണ്ട് വരാൻ ഈ അഖിലാണ്ടേശ്വരി ഉത്തരവിടുന്നു. അപ്പം ഞാൻ പറഞ്ഞത് സുധേന്ദ്ര ക്യാരക്ടർ എന്തൊക്കെയോ കാണിക്കുന്ന ടിപ്പിക്കൽ മൊണ്ണ വില്ലൻ. എന്നിട്ട് ലാസ്റ്റ് ഗ്യാസ് എക്സ്റ്റിങ്വിഷറൊക്കെ തലയിൽ വീഴുക. എന്നിട്ട് റബ്ബർ തല സുധേന്ദ്ര നായർക്ക്. ഇത് ഓജിക്കുള്ള ബിൽഡപ്പാണ്. ഇവൻ സാധാരണമാണ് ആളല്ലേ, ഇവൻ തണിയൊരുത്തൻ, എന്നിട്ട് മധുരൈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വാമി അവൻ ഭയങ്കരമാ വളർന്നു പോയി, വളർന്നിട്ടാ വളർന്നാച്ചിപ്പോ ആ കൊളപ്പുള്ള